നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപകടങ്ങൾ, അസുഖങ്ങൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മസ്തിഷ്ക ക്ഷതം സംഭവിക്കാം. തലയിലെ പരിക്കിനെ തുടർന്ന് തലച്ചോറിലുണ്ടാകുന്ന തകരാറുകൾ, ഇവ തടയാനുള്ള മുൻകരുതലുകൾ, വിവിധ ചികിത്സാ മാർഗങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനായി തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഷർമദ് MS ആണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, തലയ്ക്ക് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പരിക്കേൽക്കുന്നത്? ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? പലതരത്തിലുള്ള പരിക്കുകൾ തലയിൽ സംഭവിക്കാം. അത് തലച്ചോറിനെ സാരമായി ബാധിക്കുകയും ചെയ്യാം. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുക വാഹന അപകടങ്ങളിലൂടെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ യുദ്ധങ്ങളുടെ കാലമല്ലേ, യുദ്ധത്തിലും പിന്നെ തൊഴിലിടങ്ങളിൽ വെച്ച് ഉണ്ടാകുന്ന അപകടങ്ങൾ, നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യേന ചെയ്യുന്ന ജോലികളിൽ ഏർപ്പെടുമ്പോൾ ഉയരത്തിൽ നിന്ന് വീഴുന്ന അവസ്ഥ, അല്ലെങ്കിൽ മറ്റ് ആക്രമണങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ, ഇതെല്ലാം തന്നെ തലയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് അഥവാ ഒരു ക്ഷതമേൽക്കുകയാണെങ്കിൽ അത് തലച്ചോറിനെ ബാധിക്കാം. തലച്ചോറെന്ന് പറയുന്നത് ഒരു സെമി സോളിഡ് സാധനമാണ്. നമ്മുടെ അവയവങ്ങളിൽ ദ്രവരൂപത്തിലുമല്ല ഖരരൂപത്തിലുമല്ലാത്ത അതിന് മധ്യേയുള്ള സ്ഥിതിയിലുള്ള ഒരു ഇതാണ് തലച്ചോറ്. ഇത് തലയോട്ടിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ്. തലയോടി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുമ്പോൾ, ഒരു ഭാഗത്ത് ഒരു അടി കിട്ടി തലയോട് അങ്ങോട്ടേക്ക് ചലിക്കുമ്പോൾ തലച്ചോറ് അതിനുള്ളിൽ വേറൊരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് പോവുകയും അത് ഗുരുതരമായ പരിക്കുകൾക്ക് കാരണമാവുകയും ചെയ്യും. അത് ക്ഷതത്തിൻ്റെ ആഘാതമനുസരിച്ചാണ് തലച്ചോറിന് ഈ പരിക്കുകൾ കൈമാറി വരുന്നത്. തലച്ചോറിലുണ്ടാകുന്ന പരിക്കുകൾ പല വിധത്തിൽ പെനിട്രേറ്റിംഗ് ഇഞ്ചുറീസ്, ബുള്ളറ്റ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ശക്തമായ ശൂലം വെച്ച് തറയ്ക്കുന്നത്, അല്ലെങ്കിൽ വെട്ടുകത്തി കൊണ്ട് വെട്ടുക, അല്ലെങ്കിൽ ബുള്ളറ്റ് കയറി പോവുക, ഇങ്ങനെയൊക്കെ ഉള്ള ഇതെല്ലാം തന്നെ തലയോടി തുളച്ച് അകത്ത് കയറിയാൽ തലച്ചോറിന് ഇത് ക്ഷതം വരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തലയോട്ടിക്ക് പൊട്ടലുണ്ടാകാതെ തന്നെ തലച്ചോറിന് ക്ഷതമുണ്ടാകാവുന്ന അവസ്ഥകളും സാധാരണം തന്നെയാണ്. വ്യക്തമാണ് ഡോക്ടർ. ഇത്തരം പരിക്കുകൾ എങ്ങനെയാണ് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കുക? ഇതിനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് വാഹനങ്ങൾ തന്നെ ആദ്യം എടുക്കുക. വാഹനയാത്രയിൽ കൃത്യമായ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ആ കർശനമായ നിയമങ്ങൾ പാലിക്കുക വഴി വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടലുകൾ ഒഴിവാക്കാൻ കഴിയും. കൂട്ടിമുട്ടലുകൾ ഒഴിവാക്കുന്നതിന് ഉപരി നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ, ടൂ വീലർ ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുന്നവർ, ഇവരൊക്കെ തന്നെ തലയ്ക്ക് പ്രൊട്ടക്ഷനായി ഹെൽമറ്റുകൾ ധരിക്കണം എന്നുള്ളത് നിയമപരമായി നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇത് പലരും ഇത് പരിഗണിക്കുന്നില്ല. മുമ്പിലിരിക്കുന്ന ആളിനെ പോലെ തന്നെ ഈ ഇരുചക്ര വാഹനങ്ങളിൽ പിൻപിലിരിക്കുന്ന ആളിനും ഇതേ അപകടങ്ങൾക്കുള്ള സാധ്യത തുല്യമാണ്. പിന്നെ വാഹനങ്ങളിൽ പോകുന്ന വേഗത, ഫോഴ്സ് ഓഫ് ഇമ്പാക്റ്റ്, നമ്മൾ എത്ര ശക്തമായാണോ ഒരു പ്രതലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിൽ പോയി നമ്മുടെ തല ഇടിക്കുക എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും തലച്ചോറിനുണ്ടാകുന്ന പരിക്ക്. ഒരു പരിധിവരെ ഇത്തരം പരിക്കുകളെ വേഗത കുറഞ്ഞ ആ ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് നമ്മൾ വീഴുന്ന അവസ്ഥ, ചെറിയ പരിക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വാഹനയാത്രയിലുണ്ടാകുന്ന പരിക്കുകളെ കൃത്യമായി ഹെൽമെറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഈ ഹെൽമെറ്റ് ഒരു ശാസ്ത്രീയമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ഹെൽമെറ്റ് തന്നെ ഉപയോഗിക്കണം. അശാസ്ത്രീയമായി സ്പോഞ്ച് നിറച്ച ഹെൽമെറ്റുകൾ, ഇതൊന്നും തന്നെ മതിയായ പ്രൊട്ടക്ഷൻ തരുന്നില്ല. നമ്മുടെ ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം തന്നെയാണ് ഈ ഹെൽമെറ്റിൻ്റെ അടിസ്ഥാന തത്വം വരുന്നത്. ഇതിൽ ചെറിയ ഫൈബറുകളുണ്ട്. ഒരു ഇമ്പാക്റ്റ് വരുമ്പോൾ ഈ ഫൈബറുകളിലെല്ലാം ആ ഫോഴ്സ് സ്പ്രെഡ് ചെയ്തു പോകുന്നു. അപ്പോൾ ആ ഇമ്പാക്റ്റ് തന്നെ പല ദിശയിലേക്ക് പോകുന്നത് കാരണം തുണ്ടായി മുറിഞ്ഞു പോകുമ്പോൾ ആ തലച്ചോറിനേൽക്കുന്ന ആഘാതം താരതമ്യേന വളരെ കുറഞ്ഞ തോതിലേക്കെത്തും. ഈ ഹെൽമെറ്റ് താഴെ ശക്തമായി അടിച്ചതോ അല്ലെങ്കിൽ ഉപയോഗിച്ച് പഴകി വേറെ എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്തിട്ടുള്ളതോ അപകടത്തിൽപ്പെട്ടതോ ആയ ഹെൽമെറ്റ് അപ്പോൾ തന്നെ ഉപേക്ഷിച്ച് പുതിയ ഹെൽമെറ്റ് വാങ്ങുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായ കാര്യം. ഇതുകൂടാതെ ഹെൽമെറ്റ്, നമ്മൾ ജോലി സ്ഥലങ്ങളിൽ ഹെൽമെറ്റുകൾ, മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ നമ്മൾ പോകാൻ പാടില്ല. ചില ഭാഗങ്ങൾ പോകുമ്പോൾ നമ്മൾ വഴുതി വീഴുകയാണെങ്കിൽ തലയിടിച്ച് വീഴാം. നമ്മുടെ ഗ്രാവിറ്റി അനുസരിച്ച് നാം വരുമ്പോൾ നമ്മൾ തലകുത്തനെ അല്ലെങ്കിൽ തല
ആദ്യം ഹിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു വലിയ ഉയരത്തിൽ നിന്നുള്ള വീഴ്ച ഉണ്ടാകുക സാധാരണഗതിയിൽ. ഇത്തരത്തിൽ വരുമ്പോൾ തലയ്ക്കത് നേരിട്ട് തന്നെ ക്ഷതമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കുക. തലയ്ക്ക് നേരിട്ടുണ്ടാകുന്ന ക്ഷതങ്ങൾ തലച്ചോറിന് കാര്യമായ പരിക്കുകൾ ഉണ്ടാക്കും. തലച്ചോറിന് ഇത്തരം പരിക്കുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും പ്രവർത്തനം തലച്ചോറിൻ്റെ ഓരോ ഭാഗത്തിനും നിർണ്ണയിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ എവിടെയെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ ആ തകരാറ് നമ്മുടെ ശരീരഭാഷയിൽ കൃത്യമായി സൂചകങ്ങളായി അറിയാൻ നമുക്ക് സാധിക്കും. ഇത്തരം തകരാറുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നതിന് നിയമപ്രകാരമുള്ള മുൻകരുതലുകളും നമുക്ക് ശാസ്ത്രീയമായുള്ള മുൻകരുതലുകളും എടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. വ്യക്തമാണ് ഡോക്ടർ. തലയ്ക്ക് പരിക്ക് പറ്റിയ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? അതായത് വാഹനത്തിൽ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, ഇതിനായിട്ട് ചെയ്യേണ്ടത് എന്തെല്ലാമാണ്, ചെയ്യാൻ പാടില്ലാത്തത് എന്തെല്ലാമാണ്, അടിയന്തര ചികിത്സ എങ്ങനെയാണ്? നോക്കൂ, ഈ തലച്ചോറിന് പരിക്ക് പറ്റി അല്ലെങ്കിൽ തലയ്ക്ക് ക്ഷതമേറ്റ ആൾക്കാർ അത് ഏത് സ്ഥലത്ത് വെച്ച് വേണമെങ്കിലും ഉണ്ടാകാം. അറിവുള്ള ആൾ തന്നെ ഒരു രോഗിയെ സമീപിക്കണമെന്നില്ല. ഇതിന് കൃത്യമായ ആരോഗ്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവബോധം ജനങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. വളരെ നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഇത്തരം ഘട്ടങ്ങളിൽ ഈ ഒരു രോഗിക്ക് തലയ്ക്ക് പരിക്കേറ്റ ഒരു രോഗി വീഴുമ്പോൾ തലയ്ക്ക് മാത്രമായിരിക്കില്ല ക്ഷതം. ഇപ്പോൾ ഉയരത്തിൽ നിന്ന് വീണ ഒരാളാണെങ്കിൽ അയാൾക്ക് നട്ടലിന് ക്ഷതം സംഭവിക്കാം, കൈകാലുകൾക്ക് ഒടിവ് സംഭവിക്കാം, തലയ്ക്കും തലച്ചോറിന് പരിക്ക് സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ തലച്ചോറിന് പരിക്ക് സംഭവിച്ചു എന്ന് നമുക്ക് വ്യക്തമല്ല. പിന്നെ ഈ രോഗിയെ ശസ്ത്രക്രിയയ്ക്ക് ചിലപ്പോൾ കൊണ്ടുപോയാൽ എത്രയും നേരത്തെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അപ്പോൾ മാത്രമല്ല, ഈ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ രോഗി ഛർദ്ദിക്കാനും തലച്ചോറിന് ക്ഷതം ഉണ്ടാകുമ്പോൾ ഛർദ്ദിക്കാനോ ജന്നി വരാനോ ഒക്കെ ഉള്ള സാധ്യതകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ദ്രാവകങ്ങൾ എന്ന് പറഞ്ഞാൽ ഛർദ്ദിലും കഫവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ശ്വാസകോളത്തിലേക്ക് പോവുകയും ശ്വാസതടസ്സം ഉണ്ടാവുകയും അത് തന്നെ ഒരു മരണകാരണമാവുകയും ചെയ്യും. അപ്പോൾ അടിയന്തരമായി നമ്മളൊരു പരിക്കേറ്റ് കിടക്കുന്ന രോഗിയെ കണ്ടാൽ രോഗിയുടെ ശ്വാസം പൂർണ്ണ തോതിൽ ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. മൂക്കോ വായോ നിർലോഭമായ വായു സഞ്ചാരം ഉണ്ടാകുന്നതിനായി അത്തരം തടസ്സങ്ങളെ നീക്കം ചെയ്യുക. ചിലപ്പോൾ കമിഴ്ന്നായിരിക്കും ആൾ കിടക്കുന്നത്. നിവർത്തി കിടത്തി ആ മൂക്കിലും വായിലുമൊക്കെ ഉള്ള ഈ ചെളിയോ മണ്ണോ എന്തെങ്കിലും തുണിയോ വല്ലതും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത് ശ്വാസോച്ഛ്വാസം നടക്കുന്നു എന്നുള്ള ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ കൃത്രിമ ശ്വാസം അടക്കം ആർക്കും നൽകാവുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഈ വിഷയത്തിൽ പ്രതിപാദിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നിരുന്നാലും ആദ്യം ശ്വാസതടസ്സം ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ശ്വാസം വിടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. അത് കഴിഞ്ഞാൽ ഈ രോഗിയെ ഈ ഒരു അപകടത്തിൽ നിന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയ രോഗിക്ക് ചിലപ്പോൾ നട്ടലിന് ക്ഷതമുണ്ടായിരിക്കാം. ഈ രോഗിയെ വാരിക്കൂട്ടിയെടുത്ത് ഒരു സ്ഥലത്തേക്ക് കയറ്റുക. ചിലരെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു വണ്ടി തട്ടി ഒരു കുട്ടി വീണാൽ ഓടിപ്പോയി എടുത്ത് ഒരു 2 കുടയിൽ കുടയും. ഇത് തികച്ചും അശാസ്ത്രീയമായ കാര്യമാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഒരു തടി ഉരുട്ടുന്ന പോലെ അല്ലെങ്കിൽ ഒരു തടിയെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു അത് വളയുകയോ പുളയുകയോ ചെയ്യാതെ ആ ഘടനയിൽ തന്നെ ആശുപത്രിയിൽ വിദഗ്ധൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ശ്വാസമുണ്ടോ എന്ന് ഉറപ്പാക്കുകയും അമിതമായ രക്തസ്രാവം കാണുകയാണെങ്കിൽ ആ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനുള്ളതൊക്കെ രണ്ടാമതും മൂന്നാമതുമുള്ള കാര്യങ്ങളാണ്. ആദ്യം ഈ ശ്വാസതടസ്സം മാറ്റുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ കൊണ്ടുപോകുമ്പോൾ രോഗികളെ ശ്രദ്ധയോടെ തിരിക്കുകയോ മറിക്കുകയോ ചെയ്യാതെ നട്ടെല്ല് വളയാതെ നിവർത്തി കിടത്തി സ്പൈൻ ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതൊന്നും നമുക്ക് അപകട സ്ഥലത്ത് കാണുകയില്ല. വേണമെങ്കിൽ ഒരു പലകയിൽ കിടത്തി അതിൽ തന്നെ റോപ്പ് വെച്ച് കാലും കൈയും സ്റ്റെബിലൈസ് ചെയ്ത് ആ രോഗിയെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഒരു നീണ്ട പലക കിട്ടിയാലും കൊണ്ടുപോകാം. അതൊന്നുമില്ലെങ്കിൽ ആ പലക ഉണ്ടെന്ന് സങ്കല്പിച്ച് ആ പലകയിലാണ് രോഗി കിടക്കുന്നതെന്നുള്ള സങ്കല്പത്തിൽ വളയാതെ എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. തലക്കേറ്റ പരിക്കിനുള്ള വിവിധ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമാണ്? അത് വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, വളരെ വ്യാപ്തിയുള്ളൊരു ചോദ്യമാണ്. ആ തലക്കേറ്റ പരിക്ക് അത് എത്രത്തോളം ഗ്രാവിറ്റി ഉള്ളതാണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഓരോ ചികിത്സയും നിശ്ചയിക്കുന്നത്. തലയോടിന് പൊട്ടലുണ്ടെങ്കിൽ പോലും അടിയിൽ അതിന് ആന്തരികമായി രക്തസ്രാവം ഉണ്ടോ എന്ന് പരിശോധിക്കും. ഈ രക്തസ്രാവം തലയോട്ടിക്ക് അടിയിൽ തലച്ചോറിൻ്റെ ആവരണത്തിന് വെളിയിലുണ്ടാകുന്നത് വളരെ തീവ്രതയുള്ള ഒരിതാണ്. അത് ശസ്ത്രക്രിയ വേണ്ടതാണ്. അതിൻ്റെ അളവും അത് എത്രത്തോളം പ്രഷർ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെയും ആശ്രയിച്ച് അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയാൽ ആ രോഗി പൂർണ്ണമായും സുഖപ്പെട്ടു വരും. കാര്യം മറ്റൊരു
തലച്ചോറിന് മറ്റ് പ്രത്യക്ഷത്തിലുള്ള ക്ഷതമൊന്നുമില്ല. അതിന് എക്സ്ട്രാഡ്യൂറൽ ഹെമറ്റോമ എന്നാണ് പറയുക. തലച്ചോറിന് നേരിട്ടുള്ള കീറലുകൾ അല്ലെങ്കിൽ പെനിട്രേറ്റിംഗ് ഇഞ്ചുറീസ്, തലച്ചോറിനകത്തേക്ക് കുത്തിക്കയറിയുള്ള മുറിവുകൾ, തലച്ചോറ് കീറിപ്പോകുന്ന അവസ്ഥ, തലച്ചോറ് ചതഞ്ഞു പോകുന്ന സാഹചര്യം, തലച്ചോറിനകത്ത് തന്നെ ഡ്യൂറയ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ ഈ തലയിലെ പാടയ്ക്കകത്ത് രക്തസ്രാവം ഉണ്ടാകുന്ന കണ്ടീഷനുകളുണ്ട്. ആ അവസ്ഥ വരുന്നത് സാധാരണ തലച്ചോറിന് പരിക്ക് പറ്റിയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ചതവും മറ്റ് കീറലുകളും തലച്ചോറിന് സംഭവിച്ചിരിക്കാം. ഇത് ഏത് ഭാഗത്ത് സംഭവിക്കുന്നു എന്നുള്ള ആശ്രയിച്ചും എത്രത്തോളം ആ പരിക്ക് പ്രഷർ കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചുമാണ് ചികിത്സ നിർണ്ണയിക്കുക. പ്രഷർ കൂടുതലാണ് എങ്കിലും രോഗിയുടെ അവസ്ഥ, നമ്മൾ ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്ന് പറയും, കണ്ണ് തുറക്കുന്നത്, സംസാരിക്കുന്നതിന് എത്രത്തോളം വ്യക്തമായി സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നത് മനസ്സിലാക്കുകയും അതനുസരിച്ച് കയ്യും കാലും അനക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്നതും എല്ലാം വെച്ച് ഒരു സ്കോറിംഗ് സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്നാണ് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്കൊരു രോഗിയുടെ ഒരു ഏകദേശ അവസ്ഥ കൃത്യമായി തന്നെ പ്രവചിക്കാൻ കഴിയും. അത് കൂടാതെ അത് നോക്കിയാണ് നമ്മൾ, അത് മാത്രമല്ല ഇതിലിപ്പോൾ CT സ്കാൻ അടക്കമുള്ള പരിശോധനകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. അതിനാൽ MRI, CT സ്കാൻ, രക്തക്കുഴലുകൾക്ക് പരിക്കുണ്ടോ, ഈ ഉണ്ടായിട്ടുള്ള പരിക്ക് തലച്ചോറിൽ എത്രമാത്രം സമ്മർദ്ദമുണ്ടാക്കുന്നു, ഇതൊക്കെ ആശ്രയിച്ച് ശസ്ത്രക്രിയ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇതുകൂടാതെ തലച്ചോറിലെ ദ്രാവകം, തലയോടിൻ്റെ അടിഭാഗം പൊട്ടി ചെവിയിലൂടെയോ മൂക്കിലൂടെയോ തലച്ചോറിൽ നിന്ന് ദ്രാവകം വരുന്ന ഒരവസ്ഥയുണ്ട്. ചിലപ്പോൾ നല്ല രക്തസ്രാവം മൂക്കിൽ കൂടി തന്നെ ഉണ്ടാകാം. അത് ഒരു ENT വിദഗ്ധനെ കൊണ്ട് തന്നെ അത് നമുക്ക് പാക്ക് ചെയ്യിച്ച് ആ രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിയും. അതല്ല, തലച്ചോറിൽ നിന്നുള്ള രക്തസ്രാവമാണെങ്കിൽ അതിന് മറ്റ് ചികിത്സാവിധികളും ശസ്ത്രക്രിയ അടക്കമുള്ളതും പരിഗണിക്കപ്പെടേണ്ടതായി വരും. അതുകൂടാതെ തലയോടിനുള്ള പൊട്ടൽ തന്നെ പൊട്ടി അകത്തേക്ക് വളഞ്ഞ് തലയോട് തന്നെ അകത്തേക്ക് തലച്ചോറിൽ തറച്ചു കയറിയിരിക്കുന്ന അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യേണ്ട സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുക. അതിൽ ഈ മാസ് ഇഫക്റ്റോ അല്ലെങ്കിൽ എത്രത്തോളം മിഡ് ലൈൻ അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്, നടുഭാഗം, ബ്രെയിനിൻ്റെ നടുഭാഗം അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടെന്നുള്ളത് ഇത് കണ്ണിൽ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം. ഒരു സൈഡിലെ നമ്മുടെ കണ്ണിൻ്റെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്ത് വരുന്ന അവസ്ഥയുണ്ട്. അതിന് അത്തരം അവസ്ഥകളിൽ ആ ഒരു അസന്തുലിതാവസ്ഥ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ വ്യക്തമാവുകയാണെങ്കിൽ ആ രോഗിക്ക് അടിയന്തരമായി സ്കാൻ ചെയ്യുകയും ഇത് ഇത്തരത്തിൽ ശസ്ത്രക്രിയ വേണമോ വേണ്ടയോ എന്ന് പരിഗണിക്കുകയും ചെയ്യേണ്ട സാഹചര്യമാണ്. ഇതൊന്നുമല്ല, ഡിഫ്യൂസ് ഇഞ്ചറീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന നാഡീഞരമ്പുകൾ, ആക്സോണുകൾ, അതുവഴിയാണ് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. അതിൽ ഈ തലയ്ക്കകത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സെമി സോളിഡ് സാധനമാണ്, ദ്രവരൂപവുമല്ല ഖരരൂപവുമല്ലാത്ത സാധനം. ഇങ്ങനെ ഒരു തട്ട് കിട്ടുമ്പോൾ റൊട്ടേഷണൽ ഇഞ്ചുറി വരുമ്പോൾ ആ ഉണ്ടാകുന്ന ഇതിൽ ഈ ട്രാക്റ്റുകൾ കട്ടായി പോകാം, അല്ലെങ്കിൽ അതിന് തൽക്കാലത്തേക്കെങ്കിലും കുറച്ച് മന്ദത വരാം. അങ്ങനെയുള്ള രോഗികളുടെ ഈ സ്കോർ നിലവാരം തീരെ കുറവാണ്. എന്നാൽ ശസ്ത്രക്രിയ ആവശ്യമില്ലാത്ത അതിന് ശസ്ത്രക്രിയ വലിയ ഗുണം ചെയ്യുന്ന കാര്യവുമല്ലെങ്കിൽ ആ രോഗികളെ കൃത്യമായി വെന്റിലേറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഓക്സിജനേഷൻ പ്രോപ്പറായി എത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, രക്തസ്രാവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക. വ്യക്തമായി IV ഫ്ലൂയിഡ്, ദ്രവരൂപത്തിലുള്ള ഇൻട്രാവീനസ് ലൈനിലൂടെ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഹൈഡ്രേഷനും ഓക്സിജനേഷനും എന്ന് പറഞ്ഞാൽ ഈ ഓക്സിജൻ്റെ അളവും ജലാംശവും നഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ സെക്കൻഡറി ഇഞ്ചുറി, ഈ ആദ്യം തലച്ചോറിന് പരിക്കേറ്റ് ഉണ്ടായിട്ടുള്ള ഡാമേജ് കൂടാതെ അത് നീരും മറ്റ് കാര്യങ്ങളും കൊണ്ട് ഉണ്ടാകുന്ന തകരാറുകളെ പരിഹരിക്കാൻ കഴിയും. പിന്നെ തലച്ചോറിന് നീരുള്ളതിന് നീര് വരാതിരിക്കാൻ അല്ലെങ്കിൽ നീര് കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. മാനിറ്റോൾ പോലുള്ള മരുന്നുകൾ, അത് കൃത്യമായി ഒരു ICUവിൽ വെച്ച് മോണിറ്റർ ചെയ്താണ് ഇത്തരത്തിലുള്ള ചികിത്സയെല്ലാം തന്നെ നൽകുക. അതിനോടൊപ്പം തന്നെ ജന്നി വരാതിരിക്കാൻ, ഈ രോഗികൾക്ക് എപ്പോൾ വേണമെങ്കിലും ജന്നി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന് അതിൻ്റെ ഫുൾ ഡോസിൽ കൃത്യമായി കൊടുക്കും. ചിലപ്പോൾ 1 or 2 മരുന്നുകൾ ജന്നി വരാതിരിക്കുന്നതിന് അതിൻ്റെ പ്രതിരോധത്തിനായി കൊടുക്കേണ്ടി വരും. ഈ തലച്ചോറിൽ നിന്നുള്ള ദ്രാവകം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എന്നാൽ CSF, ആ ദ്രാവകം ലീക്കാവുകയാണെങ്കിൽ അത് നിർത്താനുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്ത് അതിൻ്റെ ഡൈവേർഷൻ വരാം. നമുക്കൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്, വടകരയിൽ നിന്ന് ശാരദയാണ്. ശാരദ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറയൂ ശാരദ. നമസ്കാരം. നമസ്കാരം സാർ. ഞാൻ ഒരു 65 വയസ്സുള്ളൊരു സ്ത്രീയാണ് സാറ്. പറയൂ. 65 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. പറഞ്ഞോളൂ.
എനിക്ക് 2022 വടകര പുതിയ സ്റ്റാൻഡിൽ വെച്ച് ഒരു ബസ് ആക്സിഡന്റ് ആയി. തലക്കാണ് ബസ് അടിച്ചത്. ഞാൻ കുറച്ചകലെ തെറിച്ച് വീണ്. അപ്പോ ആ തെറിച്ച് വീഴല് പെട്ടെന്ന് ഞാൻ ഒന്നും അറിയാണ്ടായി. പിന്നീട് എന്നെ എടുത്തു കൊണ്ടുപോയി അവിടെ ഇരുത്തി. എന്റെ പല്ല് 3 പൊട്ടി, ഒരു പല്ല് ഇളകി. അങ്ങനെ വർത്താനൊന്നും പറഞ്ഞുകൂടാണ്ട് വായൊക്കെ ഫുള്ള് ചോരയായി. അപ്പൊ ഇവരെന്നെ അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഡ്രൈവറും കണ്ടക്ടറും കൊണ്ടുപോയി. അവിടുന്ന് അവര് തന്നെ അവിടെ എല്ലാം സംസാരിച്ച് ഡോക്ടറായിട്ട് പറഞ്ഞ് അങ്ങനെ എന്റെ മകനെ അറിയിച്ച് മകനെ കോഴിക്കോട് ജോലി ചെയ്യാണ്. അപ്പൊ അവിടുന്ന് ഇവിടെ എന്റെ ഇളയ മകൻ കണ്ണൂരുമാണ്. അവർ ചെറിയ ചെറിയ ജോലിയാണ്, കൂലിപ്പണിയായിട്ട് പണിയെടുക്കുന്ന. അപ്പൊ പിന്നെ ചങ്ങായിമാരൊക്കെ വന്ന് ഫ്രണ്ട്സുമാരൊക്കെ വന്ന് അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് വടകര കൊണ്ടുപോയത്. അവിടുന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞ് അവിടെ ആ സംവിധാനം ഇല്ലാന്ന് പറഞ്ഞു. അതിനുശേഷം എന്നെ CM ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സ്കാൻ ചെയ്തതിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാറേ. അത് മുതൽ ഇപ്പൊ ഈ 2022 മുതൽ ഇന്ന് വരെ, ഇന്ന് ഉച്ച വരെ ഞാൻ ഒരുപാട് ഗുളിക കഴിച്ച്. ഈ മലപ്പുറം പെരിന്തൽമണ്ണ് വരെ ന്യൂറോളജി ഡോക്ടർ മരുന്ന് കുറെ എടുത്ത് പൈസ തികയാതെ കൊണ്ട് അവിടെ ഇപ്പൊ പോക്കില്ല. വടകര തന്നെ പല ആശുപത്രിയിലും ഇവിടെ എല്ലാം കാണിച്ചിങ്ങനെ ഗുളിക കഴിക്കും. ഇപ്പൊ എനിക്ക് തലച്ചോറിന് പരിക്ക് പറ്റി എന്തെങ്കിലും ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ശസ്ത്രക്രിയ അതിന് ജന്നിക്കുള്ള മരുന്ന്, ജന്നി വരാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുകയോ ജന്നി വരികയോ ചെയ്തിട്ടുണ്ടോ? എപ്പോഴും തലക്ക് വേദനയാണ്. ഇപ്പൊ കഴുത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്നില്ല. കഴുത്ത് വേദന, കാലടിച്ച് വീണിന്, കൈ അടിച്ച് വീണൊക്കെയാ വീണത്. കാലുമുട്ടുമ്പൊന്നും താഴോട്ട് ഇപ്പൊ രക്തോട്ടം ഇല്ലാതെ മാതിരിയാണുള്ളത്. കാലങ്ങനെ ഒരു ബാലൻസ് ഇല്ലാതെ പോലെ ഉണ്ട് രണ്ട് മുട്ടിനും താഴോട്ട്. പിന്നെ കൈയും കാലും വേറെ വരും ഇടക്ക്. അല്ല, ജന്നി ഇല്ലല്ലോ ഇത് മറ്റ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു രോഗി എന്നുള്ള നിലയിൽ ബാക്കിയുള്ള പരിശോധനകൾ അതിന് വേണ്ടതാണ്. തലയ്ക്കേറ്റ പരിക്കിന് നമുക്ക് അടിയന്തരമായി കൊടുക്കേണ്ട ഗുളികകൾ എന്ന് പറയുന്ന ആ രോഗിയുടെ തലച്ചോറിൻ്റെ ക്ഷതം ശസ്ത്രക്രിയ കഴിഞ്ഞ് ആ രോഗി വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു അസസ് ചെയ്ത് എത്ര നാൾ കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തും. അത് കഴിഞ്ഞാൽ അത്രയും ദിവസം കഴിഞ്ഞ് രോഗി തിരിച്ചു വരുമ്പോൾ അവർക്ക് ഈ ജന്നിക്കുള്ള മരുന്ന് കൊടുക്കും. തുടർച്ചയായി ജന്നിക്ക് വളരെ ചുരുക്കം ചില രോഗികൾക്ക് വളരെ നല്ല രീതിയിൽ കാര്യമായ ക്ഷതമുള്ളവർക്കും EEG പരിശോധനകൾ നടത്തി അതിൽ തകരാറുണ്ടെന്ന് കണ്ടെത്തുന്ന രോഗികൾക്കുമാണ് നമ്മൾ തുടർന്ന് അല്ലെങ്കിൽ ജന്നി വരുന്ന രോഗികൾക്കാണ് ജന്നിക്കുള്ള മരുന്ന് കൊടുക്കുന്നത്. മറ്റു മരുന്നുകളെക്കാൾ ഉപരി നമ്മളൊരു ഫാമിലിയായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുമായി നമ്മൾ സംവാദിക്കുകയും നമ്മൾ നേരത്തെ തന്നെ ചെയ്യാൻ കഴിയുന്ന ജോലികൾ ചെയ്യുകയും കൃത്യമായി വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിൽ ഒരു മിതത്വം പാലിക്കുകയും ഒക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പലപ്പോഴും ഈ തലച്ചോറ് പൂർണ്ണമായും ഇത്രയും നമ്മുടെ സാധാരണ ഒരു മനുഷ്യന് ജീവിക്കുന്നതിന് ഇത്രയും തലച്ചോറിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ച് തലച്ചോറ് ആവശ്യമില്ല എന്നല്ല, അതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കരുത്. നമുക്കുള്ള തലച്ചോറിൻ്റെ ഒരു 20% മാത്രമാണ് സാധാരണ ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നത്. 16 മുതൽ 20% ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ക്ഷതം വന്നാൽ ബാക്കിയുള്ള തലച്ചോറുകൾ ഇത് ടേക്കപ്പ് ചെയ്യും. പക്ഷേ നമ്മുടെ ഒരു വശം ചലിക്കാനുള്ള തലച്ചോറാണ് ആ ഭാഗം, ആ ഏരിയ ഇൻവോൾവ് ആണ്. അവിടെ ക്ഷതം സംഭവിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ സംസാരശേഷിക്കുള്ള ഏരിയ ഇൻവോൾവ് ആണെങ്കിൽ അത് തിരിച്ചു വരാൻ അതിന് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനങ്ങൾ ചെയ്യണം. എന്നാലും പൂർണ്ണ തോതിൽ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വിരളമാണ്. പക്ഷേ നമ്മൾക്ക് ആ അപകടം കഴിഞ്ഞുള്ള അവസ്ഥയിൽ നിന്ന് തീർച്ചയായും ഇത്തരത്തിലുള്ള ചികിത്സകൾ വഴി പുതിയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ ഇത് ചെയ്യുക. പിന്നെ കൈയുടെയും കാലിൻ്റെയും ഒക്കെ വേദനയും എല്ലാം നമ്മൾ തലയിൽ ഒരു അടി കിട്ടിയത് കൊണ്ട് ഇങ്ങനെ കാലിന് വേദന വന്നു എന്നുള്ളതല്ല. അത് ചിലപ്പോൾ മുട്ടിൻ്റെ പ്രശ്നമാവാം, അപ്പോൾ അത് പരിശോധിക്കണം. അല്ലെങ്കിൽ നട്ടലിനുണ്ടായ പ്രശ്നമാവാം. കഴുത്തിന് ഈ സ്പോണ്ടിലോസിസ് ഉള്ളവർ വീണ് കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളുണ്ടാക്കാം. പിന്നെ തലച്ചുറ്റ് ഈ വീഴ്ച പറ്റുന്നവർക്ക് സ്ഥിരമായി വരുന്ന ഒരു അസുഖമാണ്. അവർക്ക് എഴുന്നേറ്റിരിക്കുമ്പോഴുള്ള പൊസിഷനിൽ ഒരു വേർട്ടേഗോ വരുന്ന കാര്യങ്ങൾ. അത് കൃത്യമായി കോളറിട്ട് വിശ്രമിച്ച് മരുന്നും കഴിച്ചാൽ ഇതെല്ലാം ഇതിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ശിവദാസനാണ്. ശിവദാസൻ ചോദിച്ചോ? ചോദിക്കൂ ശിവദാസൻ. സാറേ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. കുറച്ച് മുമ്പ്, ഒരു 2 വർഷം മുമ്പ് ബാത്റൂമിൽ സ്ലിപ്പായിട്ട് തലയടിച്ച് മലർന്ന് വീണായി. അപ്പം ഇഞ്ചുറി ഒന്നും ഉണ്ടായിട്ടില്ല, ഛർദിക്കോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഇന്റേണൽ ബ്ലീഡിങ്ങോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല.
പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞ പൊസിഷനാലിറ്റിയോ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ വെർട്ടിബുലർ ഡിസോർഡറിന്റെ ഒരു പ്രശ്നം വന്നു 2 വർഷം കഴിഞ്ഞ്. അത് ഇതുമായിട്ട് റിലേറ്റഡ് ആണോ എന്നുള്ളതൊന്നും അറിയാനായിരുന്നു. എന്താ ചികിത്സ ചെയ്യേണ്ടത്? തീർച്ചയായും ഈ വീഴ്ചയിലുണ്ടാകുന്ന ക്ഷതവും മറ്റു കാര്യങ്ങളും നമ്മുടെ കഴുത്തിന് മിക്കവാറും ഇപ്പോൾ 60 വയസ്സ് പ്രായം പറയുന്നല്ലോ. അപ്പോൾ കഴുത്തിൻ്റെ കശേരുക്കൾ തമ്മിലുള്ള ആ സ്പോണ്ടൈലോട്ടിക് ചേഞ്ചസ്, ആ അസുഖവും കൂടി ഇതിനോടൊപ്പം ഉണ്ടായിരിക്കാം. ഈ മലന്നടിച്ച് വീഴുമ്പോഴുണ്ടാകുന്ന ആ ക്ഷതവും നമ്മുടെ ബാലൻസ് നിയന്ത്രിക്കുന്നത് 3 കാര്യങ്ങൾ കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മിഡിൽ ഇയറിലുള്ള ആ ലാബ്രിന്ത് എന്ന് പറയുന്ന ആ പോർഷനാണ്. അവിടെയൊക്കെ ഉണ്ടാകുന്ന ആ ഹെയർ സെല്ലിനുണ്ടാകുന്ന നമ്മൾ ഒരു വശത്തേക്ക് ചരിയുമ്പോഴുള്ള ആ ഹെയർ സെല്ല് മറ്റൊരു വശത്തേക്ക് ചരിഞ്ഞ് അതിൻ്റെ തത്വം അതാണ്. അതിലുണ്ടാകുന്ന ഒരു തകരാറാണ് ഇത്തരത്തിലുള്ള വെട്ടേകോ ഉണ്ടാകാനുള്ള കാരണം, തലകറക്കം ഉണ്ടാകാനുള്ള കാരണം. അതിന് ആവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ, വ്യായാമം നിങ്ങൾക്ക് ഇത്രയും ഇതുണ്ട്. എന്നിരുന്നാൽ കൂടിയും മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് വിശദമായ പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അതിനൊപ്പം ഗുളിക കഴിക്കുകയും ഗുളിക കഴിച്ചുകൊണ്ട് തന്നെ വളരെ തീവ്രമായ വ്യായാമമല്ല, മിതമായ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പ്രതിവിധി. അത് അവിടെയുള്ള ഡോക്ടറുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. ഒരു ENT ഡോക്ടറെയും കൂടി കാണണം. മറ്റെന്തെങ്കിലും കാരണം ഇതിനോടനുബന്ധിച്ചുണ്ടോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ വീഴ്ചയിൽ സംഭവിക്കുന്നത് സാധാരണഗതിയിൽ തുടർന്ന് നിൽക്കുന്ന ചിലരിലെങ്കിലും തുടർന്ന് നിൽക്കുന്നത് കാണാറുണ്ട്. അത് നമുക്ക് ഈ കൃത്യമായ വ്യായാമവും ഡീഹൈഡ്രേഷൻ ഇല്ലായ്മ, വെള്ളം ഇടയ്ക്കൊക്കെ കുടിച്ചും ഇതെല്ലാം കൊണ്ട് മാറ്റാവുന്നതാണ്. കഴുത്തിന് പ്രശ്നമുണ്ടെങ്കിൽ അതിന് ശസ്ത്രക്രിയ വേണമോ, മറ്റ് തകരാറുകളുണ്ടോ, കൈക്കോ കാലിനോ ബലക്കുറവുണ്ടോ, കൈയോ കാലോ വഴങ്ങാതെയുണ്ടോ, ഇത്തരത്തിലുള്ള പരിശോധനകളെല്ലാം തന്നെ വിദഗ്ധനായ ഒരു ഡോക്ടറെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. പ്രേക്ഷകന് വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ചികിത്സാ രീതികളെക്കുറിച്ചും അതുപോലെ തന്നെ സർജറിയെക്കുറിച്ചുമാണ്. സർജറി ചെയ്യുമ്പോഴുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ശസ്ത്രക്രിയ ഇത് മതിയായ തയ്യാറെടുപ്പുകളോടെ ആയിരിക്കില്ല മിക്കവാറും ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മയക്കം കൊടുക്കുമ്പോഴുണ്ടാകുന്ന തകരാറുകൾ, അമിത രക്തസ്രാവം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. രോഗിക്ക് ചിലപ്പോൾ ഇതിനോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കാം. ആസ്പിരിനോ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളോ കഴിക്കേണ്ട രോഗിയായിരിക്കാം. അത്തരത്തിലുള്ള രോഗികൾക്ക് അമിത രക്തസ്രാവം ഉണ്ടാകാനും ആ സമയത്ത് രക്തം കൊടുക്കാനുമുള്ള സംവിധാനം വേണം. പിന്നെ ഈ തലച്ചോറിൽ ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഈ തലച്ചോറിനെ നമ്മൾ ആ തലച്ചോറിൽ നീരുള്ള തലച്ചോറ് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചിലപ്പോൾ തലയോടിൻ്റെ ഒരു ഭാഗം തന്നെ മാറ്റി ഈ നീര് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്ന നീരാണ്. വളരെ ഗുരുതരമായ തലച്ചോറിൻ്റെ പരിക്കാണെങ്കിൽ കൂടിയും ശസ്ത്രക്രിയ വേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ചിലപ്പോൾ അത് വെന്റിലേറ്റ് ചെയ്ത് നോക്കുകയേ ഉള്ളൂ. കുറേ കഴിഞ്ഞിട്ടേ പിന്നെ ആ രോഗിയുടെ കണ്ടീഷൻ ഒന്ന് ബെറ്ററായി വരുമെന്നുണ്ടെങ്കിൽ മാത്രം ശസ്ത്രക്രിയയ്ക്ക് എടുക്കുന്ന ഘട്ടങ്ങളും ഉണ്ട്. എങ്ങനെയായാലും ആ തലയോടിൻ്റെ ഒരു ഭാഗം നല്ല കൃത്യമായി, കാര്യം ഈ തലച്ചോറ് ഇരിക്കുന്ന തലയോടിനുള്ളിലാണ്, അതൊരു ക്ലോസ്ഡ് ക്യാവിറ്റിയാണ്. അപ്പോൾ ആ പ്രഷർ ഈ ക്യാവിറ്റിക്കുള്ളിൽ തലച്ചോറിൽ നീരടിക്കുമ്പോൾ അത് നമ്മുടെ മിഡ് ബ്രെയിനെയും മറ്റും ബാധിച്ച് നമുക്ക് പൊടുന്നതിനുള്ള ശ്വാസതടസ്സവും മരണവും തന്നെ ഉണ്ടാകാം. അല്ലെങ്കിൽ കൃത്യമായ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, സെക്കൻഡറി ഡാമേജസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രക്തക്കൊഴലുകളുടെ ിലൂടെയുള്ള രക്തഓട്ടത്തെ തടസ്സപ്പെടുത്താം. അത്തരത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ആൻറ്റീരിയർ അബ്ഡോമിനൽ വാളിൽ തൊലിക്കടിയിൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിനും അടിയിലായിട്ട് ഈ അസ്ഥി വെക്കും. കാര്യം നമ്മുടെ ബോഡി എൻവയോൺമെൻറ്റിൽ തന്നെ വെക്കും. ഈ നീരെല്ലാം കുറഞ്ഞതിന് ശേഷം ഇത് തിരിച്ചെടുത്ത് വെക്കും. അതല്ലാതെ തന്നെ ഈ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഈ പ്രൈമറി ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് ഒരു സംസാരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ചലനമുണ്ടാക്കുന്ന സ്ഥലത്ത്. അതുപോലെ ഇലക്വൻ്റ് ഏരിയാസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത കർമ്മങ്ങൾ ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങൾക്ക് പ്രാഥമികമായി ഉണ്ടാകുന്ന ഡാമേജസ് നമുക്ക് ഈ ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നില്ല. അമിതമായ രക്തസ്രാവം അല്ലെങ്കിൽ ചതഞ്ഞു പോയ തലച്ചോറ് നീരുണ്ടാക്കുന്ന ആ ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഈ രക്തം കട്ട പിടിച്ച് നിൽക്കുന്നത്, അത് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ടൈ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയയാണ് പൊതുവേ ചെയ്യുക. പിന്നെ CSF ലീക്ക്, നമ്മുടെ തലച്ചോറിലെ ദ്രാവകം മൂക്കിലൂടെ ചെവിയിലൂടെ വരികയാണെങ്കിൽ അത് പല രീതിയിൽ അതിനെ അഡ്രസ്സ് ചെയ്യാം. ആ ലീക്ക് നിർത്തുക എന്നുള്ളതാണ് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞാലും പിന്നീട് ഈ രോഗിക്ക് തലയിൽ വെള്ളക്കെട്ടുണ്ടാകാം. അപ്പോൾ CSF ഡൈവേർഷൻ പ്രൊസീജിയേഴ്സ്, തലച്ചോറിൽ നിന്ന് വെള്ളം ഡൈവേർട്ട് ചെയ്യുന്ന, നമ്മുടെ അബ്ഡോമിനൽ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് വയറ്റിനകത്തേക്ക് കൊണ്ടുവന്ന് ഒരു ട്യൂബ് ഇട്ട് കണക്ട് ചെയ്യുന്ന രീതിയുണ്ട്. ഷണ്ട് സർജറീസ്, ഇങ്ങനെ പലതരത്തിലുള്ള ശസ്ത്രക്രിയകൾ ഇതിനോടനുബന്ധമായി ചെയ്യാറുണ്ട്. പിന്നെ ഈ തലയോട് തിരിച്ചു വെക്കുന്ന പ്രക്രിയയുണ്ട്. ഇതെല്ലാം തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. മതിയായ തയ്യാറെടുപ്പില്ലാതെ ആയിരിക്കും രോഗി ഇതിലേക്ക് വരുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും പിന്നെ അണുബാധ,
അമിത രക്തസ്രാവം കൂടാതെ അണുബാധ ഉണ്ടാകാം. ഈ അണുബാധ വേറൊരു വലിയ ചലഞ്ചാണ്. ഈ രോഗി എത്തുമ്പോൾ തന്നെ ചിലപ്പോൾ ആസ്പിറേറ്റ് ചെയ്ത് ഛർദ്ദിച്ച് ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ ശ്വാസകോശത്തിലേക്ക് പോയി അതിൻ്റെ പ്രശ്നങ്ങളും പിന്നെ ന്യൂമോണിയയും ഉണ്ടാകാം. അല്ലെങ്കിൽ വാരിയെല്ലിന് പൊട്ടലുണ്ടായിട്ട് രക്തം കെട്ടി നിന്ന് അവിടെ ചെസ്റ്റ് ട്യൂബ് ഇട്ട് അതെല്ലാം മാറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം. കത്തീട്രൈസേഷൻ, പിന്നെ വായിൽ കൂടെ ഭക്ഷണം കൊടുക്കാതെ മൂക്കിൽ കൂടെ, ഇത്രയും നേരത്തെ തന്നെ നമ്മൾ ഭക്ഷണം രോഗിക്ക് കൊടുക്കാൻ ശ്രമിക്കും. കാര്യം ശസ്ത്രക്രിയയെ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ ആ രോഗിക്ക് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കും. അത് നാച്ചുറൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഭാഗമായി വളരെ ഉതകുന്ന ഒരു പ്രക്രിയയാണത്. ശരി, വ്യക്തമാണ് ഡോക്ടർ. അപകടങ്ങൾ കൊണ്ടും അസുഖങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന മസ്തിഷ്ക ക്ഷതത്തെക്കുറിച്ചും തലയിലെ പരിക്കിനെ തുടർന്ന് തലച്ചോറിലുണ്ടാകുന്ന തകരാറുകൾ, ഇവ തടയാനുള്ള മുൻകരുതലുകൾ, വിവിധ ചികിത്സാ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് ചർച്ച ചെയ്തത്. ഇതിനായി തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഷർമത്ത് MS ആണ് ഇന്ന് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.